It's a youthful love story, college time story with romance. ഈ സിനിമയിൽ അഭിനയിച്ചാണ് ഞാൻ അഭിനയിച്ചാണ്. പക്ഷേ ഈ ലവ് കണ്ടപ്പോഴേ എനിക്കൊന്നും ലവ് ചെയ്യണം, പക്ഷേ ആരും എൻ്റെ കൂടെ വരില്ല. അങ്ങനെ പറഞ്ഞു. സിനിമ അടിപൊളിയാണ്, സൂപ്പർ. സ്വാഭാവികമായിട്ടും അത്തരം സീനുകൾ വരുമ്പോൾ എനിക്ക് പേഴ്സണലി കണക്റ്റ് ആവും. പിന്നെ നമ്മളെ കുറേ സുഹൃത്തുക്കൾ നമ്മൾ പ്രണയനഷ്ടം ഹാൻഡിൽ ചെയ്യണം എന്നൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് കൂടി പറയുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഭയങ്കരമായിട്ട് വർക്കാവും. നമുക്ക് ഭയങ്കര ഇമോഷണലി അമ്മയും മകൻ്റെ ആ ഒരു സാധനം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. തട്ടും. ജെന്യുവനായിട്ട് പ്രണയിക്കുന്ന ആമ്പിള്ളേർക്ക് എന്തായാലും തട്ടും, ഉറപ്പായിട്ടും. ചെറിയൊരു പടമാണ്, പക്ഷേ ഇമോഷൻസ് കറക്റ്റായിട്ട് കണക്ട് ആയതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സിനിമ അതിൽ അമ്മ മകൻ തമ്മിലുള്ള റിലേഷൻ അതെനിക്ക് ഭയങ്കര കണക്റ്റഡായി. സ്വാഭാവികമായിട്ടും അത്തരം സീനുകൾ വരുമ്പോൾ എനിക്ക് പേഴ്സണലി കണക്റ്റ് ആവും. പിന്നെ നമ്മളെ കുറേ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡയറക്ടർ CC. പിന്നെ അശ്വിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അശ്വിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറൊരു റേഞ്ച് സാധനം. ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ സന്തോഷം. ഭയങ്കര നല്ല സിനിമ. ഉറപ്പായിട്ട്. കാരണം ഇമോഷണലി ഏതൊരു മനുഷ്യൻ്റെയും ലൈഫിലെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അമ്മ മകൻ ബന്ധവും സൗഹൃദമൊക്കെ. അപ്പോൾ എല്ലാവരും കണക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകനാണല്ലോ അഭിപ്രായം പറയേണ്ടത്. പിന്നെ എപ്പോഴും നമ്മളെ സിനിമകളും പാട്ടുകളൊക്കെ പ്രണയത്തിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് എല്ലാവരെയും പ്രണയിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. പക്ഷേ പ്രണയം നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കാറില്ല. അപ്പോൾ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രണയനഷ്ടം ഹാൻഡിൽ ചെയ്യണം എന്നൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് കൂടി പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ അമ്മ മകൻ റിലേഷൻഷിപ്പ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പടം എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണണം. അതെ, ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നത് നല്ല അനുഭവമാണ്. പിന്നെ വലിയ സ്ക്രീനിൽ നമ്മൾ കാണുന്നതും നല്ല അനുഭവമാണ്. അപ്പോൾ പ്രേക്ഷകർക്കും പടം വർക്കാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. സിനിമ കണ്ടു, അടിപൊളി. എല്ലാവരും ഫാമിലിയായി വന്ന് സിനിമ കാണുക. തിയേറ്ററിൽ വന്ന് ഹാപ്പി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിട്ട് പോവുക. എല്ലാവരും വന്ന് കാണുക. നല്ലൊരിതാണ്. സത്യത്തിൽ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരാണ് കേട്ടാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് തളരാതെ വീട്ടിൽ ചുമരും ചാരി ഇരിക്കാനല്ല, അതിനു വേണ്ടി പണിയെടുക്കുക നേർവഴി കൂടെ. എന്നാണ് ഒരാൾ വിളിച്ചു 12 മണിക്ക് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. സെറ്റുകൾ പോയി അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് അവിടെ സിനിമ അന്നില്ലെങ്കിൽ പിറ്റേ ദിവസം പോകണം, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കണം. പണി എടുത്തു കഴിഞ്ഞാൽ പടച്ചോൻ തരും. എല്ലാവരും വന്ന് സിനിമ കാണാൻ വിജയിപ്പിക്കുക. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായി പോവുക. It's a good movie. It's a youthful love story, college time story with romance and sentiments, humor as well. You would get a very different climax that you got to watch the film and see what it is. Coming to the acts, everybody did a great job, especially the lead cast. Lukman and Drisha were very natural with the act, and Ashwin is good too. I like the editing. It's done by Ajay Shannon. He's a friend of mine. So yeah, I would suggest this movie to be watched in the theaters. Wishing all the very best for the success to the entire team. ലവ് സ്റ്റോറിയാണ്. അതുപോലെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, അമ്മ മകൻ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഈ അടുത്ത് അങ്ങനെ ഒരു പടം നമ്മൾ കണ്ടിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവരും കാർത്തിയൊക്കെ സൂപ്പർ. അശ്വിൻ എല്ലാവരും അവരവരുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷം. പടം സൂപ്പർ ഹിറ്റാവും. നല്ല സിനിമയാണ്. ഭയങ്കരമായിട്ട് വർക്കാവും. നമുക്ക് ഭയങ്കര ഇമോഷണലി അമ്മയും മകൻ്റെ ആ ഒരു സാധനം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. നല്ലതായിരുന്നു. എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ സിനിമേൻ്റെ. അപ്പോൾ നല്ലൊരു സിനിമയാണ്. അടിപൊളി സിനിമയാണ്. നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ഒരു ജെന്യൂനായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു ആമ്പിളറുടെ ഒരു പ്രണയം ഉണ്ടല്ലോ, ആ പ്രണയം ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതെന്തായാലും തട്ടും. ജെന്യൂനായിട്ട് പ്രണയിക്കുന്ന ആമ്പിളർക്ക് എന്തായാലും തട്ടും, ഉറപ്പായിട്ടും. ഫാമിലി ഓഡിയൻസിനായിരിക്കും നമുക്ക് കണക്റ്റ് ആവുന്നത്. പണ്ടത്തെ നമ്മൾ 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ, നമ്മളെ കാലത്തിലെ 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ പ്രണയിക്കുന്ന സ്കൂൾ പ്രണയം അതേപോലത്തെ ഒരു ഇതാണ്. പണ്ടത്തെ കോളേജിൽ പഠിച്ചവർക്കെല്ലാം തട്ടും. പ്രണയിക്കുന്നവർക്ക് കട്ടക്ക് തട്ടും. അമ്മയും മകനുമായിട്ടുള്ള ഒരു ഫീലിംഗ് അടിപൊളിയാണ്. ഇത് കണ്ടപ്പോഴേ ഞാനിതിൽ അഭിനയിച്ചാളാ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പ്രണയിക്കുന്ന ആഗ്രഹമുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചാളാണ് ഞാൻ അഭിനയിച്ചാൾ. പക്ഷേ ഈ ലവ് കണ്ടപ്പോഴേ എനിക്കൊന്നും ലവ് ചെയ്യണം, പക്ഷേ ആരും എൻ്റെ കൂടെ വരില്ല.
അവനെ പറഞ്ഞു സിനിമ അടിപൊളിയാണ്, സൂപ്പർ. ആ ഇനി പറ്റില്ല, 60 ഞാൻ അടിക്കാനുള്ള വിളിച്ചോട്ടെ. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ നമുക്ക് ലവ് പരിപാടി നമുക്ക് ഇഷ്ടമില്ല, കല്യാണം കുട്ടികളൊക്കെ. പക്ഷേ ഇതിന് കാണുമ്പോഴേ വീണ്ടും ലവ് ആരംഭിച്ചാറോന്നത് താല്പര്യം നടക്കില്ലേ? യെസ്, പഴയ കാലത്തോടെ ഇങ്ങനെ ഓർമ്മ വരുന്നൊരു ചെറുപ്പക്കാരൻ. ഓക്കെ, ശരിട്ടാ. അപ്പോൾ എല്ലാവരും ഫാമിലിയിൽ കാണുക, അതിഭീകര കാണുക, ഫാമിലിയിൽ കാണണം, ഫാമിലി പടം. ഓക്കെ, നല്ല പടമാണ്, നല്ല ഇമോഷൻസ് ഒക്കെ വർക്കായിട്ടുണ്ട്. ഹ്യൂമർ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഫാമിലി ഓഡിയൻസിന് പറ്റിയുള്ള പടമാണ്. പിന്നെ യൂത്തിനും പറ്റിയിട്ടുള്ള ഒരു കോളേജ് പരിപാടികളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു പരിപാടി, നല്ല രസമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പ്രണയത്തിൽ നിന്ന് റിക്കവർ ആവുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു ഇതൊക്കെ തരുന്നൊരു പടമാണ്. രസമുണ്ട്, നല്ലൊരു ചെറിയൊരു പടമാണ്. പക്ഷേ ഇമോഷൻസ് കറക്റ്റായിട്ട് കണക്ട് ആയതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഗ്രാമീണ അന്തരീക്ഷത്തിൽ വലിയൊരു പടമൊന്നുമല്ല, എന്നാലും ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കുടുംബം. എല്ലാവരും നല്ല അവരവരുടെ ഭാഗം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്.